ഇടക്കാല ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ജാമ്യ കാലാവധി നീട്ടണമെന്നാണ് ആവശ്യം. ജൂൺ 1-ാം തീയതി കെജ്രിവാളിന്റെ ജാമ്യ കാലാവധി അവസാനിക്കും. ഇവരുമായി ഐസൺ ജോസ് ചേരുകയാണ്. അടുത്ത മാസം 1-ന് ജാമ്യ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കാലാവധി നീട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഒരാഴ്ചത്തേക്ക് കൂടി തന്റെ ജാമ്യ കാലാവധി നീട്ടണമെന്ന ആവശ്യമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപേക്ഷയായി നൽകിയിരിക്കുന്നത്. നിലവിൽ സാഹചര്യത്തിൽ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ജൂൺ 1-ാം തീയതി വരെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെടുന്നതിനുള്ള അനുവാദത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയതും. ഈ ജാമ്യമാണ് ഒരാഴ്ച കൂടി നീട്ടണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സമയത്തും ഉൾപ്പെടെ ഈ പുറത്തു നിൽക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് എങ്കിൽ കൂടി ഇത് സുപ്രീം കോടതി ഇതുവരെ പരിഗണിക്കുകയോ അതിന്റെ ഏത് രീതിയിൽ അത് പരിഗണിക്കുമെന്നത് സംബന്ധിച്ച വ്യക്തത ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ 1-ാം തീയതി തിരിച്ച് ജയിലിൽ പോകേണ്ട അരവിന്ദ് കെജ്രിവാൾ 7-ാം തീയതി 7 ദിവസം കൂടി, അതായത് 8-ാം തീയതിക്ക് ശേഷം ജയിലിൽ പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ആ ജയിൽവാസം ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കത്തെ കണക്കാക്കുന്നുണ്ട്. എന്നാൽ അപേക്ഷയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് പെറ്റ് സ്കാൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയാണ് തനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന അല്ലെങ്കിൽ ജാമ്യ കാലാവധി 7 ദിവസം കൂടി നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ അപേക്ഷയായി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഈ കേസ് എന്ന് പരിഗണിക്കും എന്ന് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ നിലപാട് അല്പസമയത്തിനകം നമുക്ക് അറിയാനും സാധിക്കും. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.